ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം നിങ്ങൾക്കറിയില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഒട്ടും ഭയപ്പെടാതെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, വാസ്, വെയർ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണെന്നും നോക്കാം. വേർ യു ബിസി യെസ്റ്റർഡേ? വേർ യു ബിസി യെസ്റ്റർഡേ? ലിസൺ ദാറ്റ് ഫസ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. യു ആണ് അല്ലെ, അപ്പൊ വേർ ആണ്. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലത്തെ കാര്യമായിരുന്നു. ഇന്നലെ നീ തിരക്കിലാണോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ വേർ അല്ല ഉപയോഗിക്കുക, ഇന്നല്ലല്ലോ. ഇന്നാണെങ്കിൽ ആർ യു ബിസി എന്നല്ലേ ചോദിക്കുക. ഇപ്പൊ ബിസി ആണോ എന്ന് നമ്മൾ ആർ ഉപയോഗിക്കും. ഇന്നലത്തെ കാര്യം ചോദിക്കായിരുന്നു, ആയിരുന്നോ, ബിസി ആയിരുന്നോ എന്ന് എങ്ങനെയാ ചോദിക്കുന്നത്? വോ യു ബിസി യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ തിരക്കിലായിരുന്നോ? യെസ്, ഐ വാസ് ബിസി യെസ്റ്റർഡേ. നോ, ഐ വാസന്റ് ബിസി യെസ്റ്റർഡേ. നെക്സ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിക്കുക. വേർ ദേ ഫ്രീ യെസ്റ്റർഡേ? വേർ ദേ ഫ്രീ യെസ്റ്റർഡേ? അവർ ഇന്നലെ ഫ്രീ ആയിരുന്നോ, സ്വതന്ത്രരായിരുന്നോ? യെസ്, ദേ വർ ഫ്രീ യെസ്റ്റർഡേ. നോ, ദേ വർ നോട്ട്. ദേ വർ നോട്ട് അല്ലെങ്കിൽ weren't ഫ്രീ യെസ്റ്റർഡേ. വേർ വി കൊലീഗ്സ്? വേർ വി കൊലീഗ്സ്? ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നോ? കൊലീഗ്സിന്റെ മീനിങ് കൂടെ ജോലി ചെയ്യുന്ന ആള്. ഫ്രണ്ട് അല്ല, കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ കൊലീഗ്സ് എന്ന് പറയാം. യെസ്, വി വേർ കൊലീഗ്സ്. നോ, വി വേർ നോട്ട് കൊലീഗ്സ്. വാസ് ഹി എ സ്റ്റുഡന്റ്? വാസ് ഹി എ സ്റ്റുഡന്റ്? അവനൊരു വിദ്യാർത്ഥി ആയിരുന്നോ? യെസ്, ഹി വാസ് എ സ്റ്റുഡന്റ്. നോ, ഹി വാസ് നോട്ട് എ സ്റ്റുഡന്റ്. വാസ് ഷി ആൻ എഞ്ചിനീയർ? വാസ് ഷി ആൻ എഞ്ചിനീയർ? അവൾ ഒരു എഞ്ചിനീയർ ആയിരുന്നോ? യെസ്, ഷി വാസ് ആൻ engineer. No, she wasn't an engineer. Was it easy? Was it easy? ഇറ്റ് വന്നതുകൊണ്ട് was. അത് ഈസി ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് എളുപ്പമായിരുന്നു. യെസ്, ഇറ്റ് വാസ് ഈസി. നോ, ഇറ്റ് വാസന്റ് ഈസി. ലാസ്റ്റ് വൺ. Was Max a driver? Was Max a driver? മാക്സ് ഒരു ഡ്രൈവർ ആയിരുന്നു. യെസ്, മാക്സ് വാസ് എ ഡ്രൈവർ. നോ, മാക്സ് വാസന്റ് എ ഡ്രൈവർ. സിമിലർ ടു ഈസ് ആൻഡ് ആർ പ്ലസ് ing, വാസ്, വേർ പ്ലസ് ing ഉണ്ട്. ആയിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു കാര്യം ഇന്നലെ നമ്മൾ സംസാരിച്ചതാണത് അല്ലെ. വാസ്, വേർബ് ആൻഡ് ing. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. Were you playing football yesterday? Were you playing football yesterday? എക്സാമ്പിൾ ക്ലിയർ അല്ലേ? യു വന്നതുകൊണ്ട് അവിടെ വേർ ആണ്. യെസ്റ്റർഡേ ഇന്നലത്തെ കാര്യമാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് വേർ വന്നത്. അതിപ്പം ഇപ്പം കളിക്കുകയാണെന്നുണ്ടായിരുന്നെങ്കിൽ എന്താ നമ്മൾ പറയാ? ആർ യു പ്ലേയിങ് ഫുട്ബോൾ, അത്രേ പറയുള്ളൂ. ഇത് ക്വസ്റ്റ്യൻ എന്താണ്? വോ യു പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ? ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ. നോ ആണെങ്കിൽ ഐ വാസന്റ് പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ. I wasn't playing football yesterday. Listen the next example. Were they driving car? Were they driving car? അവർ കാർ ഓടിച്ചിരുന്നോ? Yes, they were driving car. No, they weren't driving car. Were we studying English? Were we studying English? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നോ? Yes, we were studying English. No, we weren't studying English. Was she practicing English yesterday? Was she practicing English yesterday? ഇന്നലെ അവൾ ഇംഗ്ലീഷ് പരിശീലിക്കുകയായിരുന്നോ? Yes, she was practicing English yesterday. No, she wasn't practicing English yesterday. Next example. Was he drinking coffee? Was he drinking coffee? അവൻ കാപ്പി കുടിക്കുകയായിരുന്നോ? Yes, he was drinking coffee. No, he wasn't drinking coffee. Next one. Was Max eating biryani? Was Max eating biryani? Max ബിരിയാണി കഴിക്കുകയായിരുന്നോ അല്ലെങ്കിൽ കഴിച്ചിരുന്നോ? യെസ്, മാക്സ് വാസ് ഈറ്റിംഗ് ബിരിയാണി. അതേ കഴിച്ചിരുന്നു. നോ, മാക്സ് വാസന്റ് ഈറ്റിംഗ് ബിരിയാണി. കഴിക്കുകയല്ലായിരുന്നു എന്ന് വാസന്റ് എന്ന് പറയും. ഓക്കെ, ഹി, ഷീ, ഇറ്റിന്റെ കൂടെ വാസും, ദേ, യു, വിന്റെ കൂടെ വേർ ആണെന്ന് നമ്മൾ പറഞ്ഞു. പാസ്റ്റ് ആണെങ്കിൽ ആയിരുന്നു, ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേറും വാസും ഉപയോഗിക്കും. നമ്മൾ പറഞ്ഞു ഐന്റെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഐ ആം എ സ്റ്റുഡന്റ്, ഐ ആം എ ടീച്ചർ, ഐ ആം ജെയിംസ് എന്ന് പറയുമ്പോൾ ആയിരുന്നു എന്ന് പറയാനാണ് വാസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കുറച്ച് സിമ്പിൾ സെന്റൻസസ് നോക്കിയാൽ നമുക്ക് ഒന്ന് ക്ലിയർ ആവും. ഐ വാസ് എ സ്റ്റുഡന്റ്. ഐ വാസ് എ സ്റ്റുഡന്റ്. ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു. ഷീ വാസ് എ ടീച്ചർ. ഷീ വാസ് എ ടീച്ചർ. അവൾ ഒരു അധ്യാപികയായിരുന്നു. ഹി വാസ് ബിസി. ഹി വാസ് ബിസി. അവൻ തിരക്കിലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഐ വാസ് സിക്ക് ലാസ്റ്റ് നൈറ്റ്. ഐ വാസ് സിക്ക് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി എനിക്ക് അസുഖമായിരുന്നു. എനിക്ക് ഐ വാസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അസുഖം, സിക്ക്, ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി. ഐ വാസ് സിക്ക് ലാസ്റ്റ് നൈറ്റ്. നെക്സ്റ്റ് വൺ. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ. മികച്ച
തീരുമാനമായിരുന്നു അത്. അതൊരു മികച്ച തീരുമാനമായിരുന്നു. അത് എന്ന് പറയുമ്പോൾ ഇറ്റ്, അല്ലെങ്കിൽ ദാറ്റ് വാസ്. ദാറ്റിന്റെ കൂടാണ് അത് കഴിഞ്ഞു, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ആയിരുന്നു, തീരുമാനമായിരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ. വി വേർ വെരി ടയർഡ്. വി വേർ വെരി ടയർഡ്. ക്ഷീണിതരായിരുന്നു, ഞങ്ങൾ വളരെ ക്ഷീണിതരായിരുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ദേ വേർ ഈറ്റിംഗ് ഡിന്നർ. ദേ വേർ ഈറ്റിംഗ് ഡിന്നർ. അവർ അത്താഴം കഴിക്കുകയായിരുന്നു. ലാസ്റ്റ് വൺ, ദ ബോയ്സ് വേർ സ്വിമ്മിങ്. ദ ബോയ്സ് വേർ സ്വിമ്മിങ്. ബോയ്സ് എന്ന് പറയുമ്പോൾ കുറെ പേരുണ്ട് അല്ലെ. നീന്തുകയായിരുന്നു എന്ന് പറയുമ്പോൾ വേർ സ്വിമ്മിങ്. ഒരു സിംഗിൾ ബോയ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പറയാ? ദ ബോയ് വാസ് സ്വിമ്മിങ് അല്ലെ. ഒരു ഒറ്റ കുട്ടിയാണ് നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിന് ദ ബോയ് വാസ് സ്വിമ്മിങ് എന്ന് പറയും. ഇവിടെ ദ ബോയ്സ് ആണ്, ബോയ്സ് വേർ സ്വിമ്മിങ്. ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.